പ്രതിരോധ ആക്രമണങ്ങളിൽ ശത്രുക്കളെ നേരിടുന്നതിനായുള്ള ആയുധങ്ങൾക്കും വിദ്യകൾക്കുമായി ഇന്ത്യ പല രാജ്യങ്ങളെയും ആശ്രയിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഒരു രാജ്യത്തെയും ആശ്രയിക്കാതെ സ്വന്തമായി തന്നെ തങ്ങളുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ. അതിന്റെ ഭാഗമായി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഇന്ത്യൻ നാവികസേനയുടെ മറ്റൊരു നെടുന്തൂണാകാൻ പോകുന്ന അന്തർവാഹിനി ആക്രമണ പ്രതിരോധ കപ്പലാണ് ഇപ്പോൾ നാടിന്റെ അഭിമാനമായി തലയുയർത്തി നിൽക്കുന്നത്. ഇന്ത്യൻ നാവികസേനയ്ക്കായി കേരളത്തിലെ കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിക്കുന്ന 8 അന്തർവാഹിനി ആക്രമണ പ്രതിരോധ കപ്പലുകളിൽ ആദ്യത്തേത് INS മാഹി നാവികസേനയ്ക്ക് കൈമാറിക്കഴിഞ്ഞു. ടോർപിഡോകൾ, മൾട്ടി ഫംഗ്ഷണൽ ആന്റി സബ്മറൈൻ റോക്കറ്റുകൾ, അത്യാധുനിക റഡാർ, സോണാർ സംവിധാനങ്ങൾ എന്നിവയാൽ സജ്ജമാണ് INS മാഹി. ഇന്ത്യയുടെ ദീർഘകാല സമുദ്ര പാരമ്പര്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ചരിത്രപ്രസിദ്ധമായ തുറമുഖ പട്ടണമായ മാഹിയുടെ പേരിലാണ് ഈ കപ്പൽ അറിയപ്പെടുന്നത് എന്നതാണ് ഒരു പ്രത്യേകത. ആത്മനിർഭർ ഭാരത് സംരംഭത്തിന്റെ ഏറ്റവും നൂതന പതിപ്പായാണ് ഇന്ത്യൻ നാവികസേനയുടെ പുത്തൻ കരുത്തായ മാഹി എത്തുന്നത് എന്നും എടുത്തു പറയണം. ഇനി എന്തൊക്കെയാണ് ഈ പുത്തൻ കപ്പലിന്റെ സവിശേഷതകളെന്ന് നോക്കാം. തദ്ദേശീയമായ രൂപകൽപ്പന, എഞ്ചിനീയറിംഗ്, പ്ലാറ്റ്ഫോം സംയോജനം എന്നിവയിൽ നാവികസേനയുടെ വളർന്നുവരുന്ന വൈദഗ്ധ്യത്തെയാണ് ഈ കപ്പൽ പ്രതിനിധീകരിക്കുന്നത്. കപ്പൽ നിർമ്മിക്കാനായി ഉപയോഗിച്ച 80% സിസ്റ്റങ്ങളും ഉപകരണങ്ങളും ഇന്ത്യയിൽ നിന്നുള്ളവ തന്നെയാണ്. കാഴ്ചയിൽ വളരെ ഒതുക്കമുള്ള ഈ കപ്പലിന് മണിക്കൂറിൽ 25 നോട്ടിക്കൽ മൈൽ വേഗത്തിൽ സഞ്ചരിക്കാൻ ശേഷിയുമുണ്ട്. 78 മീറ്റർ നീളമുള്ള INS മാഹി രാജ്യത്തെ ഏറ്റവും വലിയ ഡീസൽ എഞ്ചിൻ വാട്ടർ ജെറ്റിൽ പ്രവർത്തിക്കുന്ന നാവിക പടക്കപ്പലാണ്. കടലിൽ ശത്രു അന്തർവാഹിനികൾ നങ്കൂരമിടുന്ന സമയത്ത് അവയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് കണ്ടെത്തി ആവശ്യമെങ്കിൽ ആക്രമണം നടത്താൻ INS മാഹിക്ക് സാധിക്കും. കേരളത്തിന്റെ തനത് ആയോധന കലയായ കളരിപ്പയറ്റ് ഉപയോഗിക്കുന്ന ഉറുമിയുടെ ചിഹ്നമാണ് കപ്പലിനുള്ളത്. ഉറുമിയെ പോലെ തന്നെ മൂർച്ചയുള്ളതും വഴക്കമുള്ളതും കൃത്യമായ ഫലപ്രാപ്തിയുള്ളതുമാണ് INS മാഹിയും എന്നാണ് ഈ ചിഹ്നം വിളിച്ചു പറയുന്നത്. നവംബർ 24-ന് കമ്മീഷൻ ചെയ്യാൻ പോകുന്ന ഈ കപ്പൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് ഒരു മുതൽക്കൂട്ടാകുമെന്നും തീർച്ച. INS മാഹിയെ പോലെ തന്നെ ഇന്ത്യൻ പ്രതിരോധത്തിന് കരുത്തേകാൻ ദിവസങ്ങൾക്ക് മുമ്പ് നാവികസേന കമ്മീഷൻ ചെയ്ത ആന്റി സബ്മറൈൻ യുദ്ധക്കപ്പലാണ് INS ആന്ത്രോത്ത്. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപായ ആന്ത്രോ ദ്വീപിന്റെ പേരിലുള്ള ഈ ആന്റി സബ്മറൈൻ യുദ്ധക്കപ്പൽ ഇന്ത്യക്ക് നിലവിലുള്ള 8 ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റുകളിൽ സെക്കൻഡ് ക്ലാസ്സിൽ വരുന്നതാണ്. കൊൽക്കത്തയിലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ആണ് INS ആന്ത്രോത്ത് നിർമ്മിച്ചിട്ടുള്ളത്. അതേസമയം കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച INS മാഹി അന്തർവാഹിനി ആക്രമണ പ്രതിരോധ കപ്പലുകളുടെ കൂട്ടത്തിലെ ഫസ്റ്റ് ക്ലാസ് കപ്പലുമാണ്. ആഴം കുറഞ്ഞ തീരദേശ ജലത്തിൽ ശത്രു അന്തർവാഹിനികളെ നേരിടാനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു എന്നതാണ് ഇവയ്ക്കുള്ള സാമ്യങ്ങളിൽ പ്രധാനപ്പെട്ടത്. INS ആന്ത്രോത്തും INS മാഹിയും നീറ്റിലിറങ്ങുമ്പോൾ ഇന്ത്യൻ നേവിയുടെ മുഖച്ഛായ തന്നെ മാറുമെന്നും ഉറപ്പാണ്. പുതിയ തലമുറ ജലപോരാളികളുടെ വരവ് ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തുമെന്നും തീർച്ച.